സ്വദേശിയിലെ ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. എന്തെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ സ്വദേശിയിൽ കൊടുക്കുന്നത്, നോർമലായിട്ട് എന്തൊക്കെയാണ് ഫുഡിന് നമ്മൾ കൊടുക്കുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇന്നും പപ്പ തന്നെയാണോ ഒന്നാം വന്നേക്കണേല്? എല്ലാ ദിവസവും എല്ലാ ദിവസവും പപ്പായ്ക്ക് കൊടുത്തു. ഈ മനുഷ്യന്റെ ആരോഗ്യം നല്ലതാണെങ്കിൽ കേട്ടോ നമുക്ക് സ്വദേശിയിൽ ആരോഗ്യം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോറെല്ലാം കൊടുക്കാം. അതിന്റെ സാമ്പിളായിട്ട് ഇന്നൊക്കെ എന്തൊക്കെയാണ് കറികളുള്ളതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു തരും. ഒത്തിരി ആൾക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പൊ ആൾക്കാർ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കേ. അപ്പൊ നമുക്ക് ചോറ് നല്ലത് കേട്ടോ, നല്ല ആവി പറക്കുന്ന ചോറ്. ഇതന്നെ കറിയാപ്പാ ഉണ്ടാക്കിയതല്ലേ അറിയാവോന്നറിയാൻ വേണ്ടി ചോദിക്കാം. പപ്പായുടെ സ്വന്തം കറിയാന്ന് മത്തങ്ങ അരിശ്ശേരി കേട്ടോ. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് മത്തങ്ങ അരിശ്ശേരി. നല്ല പച്ച മാങ്ങ ചമ്മന്തി അരിച്ചത്, മെഴുക്ക് പുരട്ടി, നല്ല അച്ചിങ്ങപ്പയർ, നല്ല നാടൻ പയറാട്ടോ, അത് മുളക് ഇടിച്ചിട്ടെടുത്തത്. നമ്മുടെ സ്വദേശിയിലെ നല്ല അടിപൊളി മാങ്ങ അച്ചാറ്, നല്ല സ്വദേശിയിലെ ഹൈലൈറ്റ് ആട്ടോ ഈ അച്ചാർ. എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പപ്പടം, പിന്നെ ചോറ്, നല്ല ആവി പറക്കുന്ന ചോറ്, പിന്നെ ഒഴിച്ചു കൂട്ടാൻ 5 കൂട്ടവും നല്ല അടിപൊളി ടേസ്റ്റുള്ള കറികളാണ്. ഇതാണോ ഇത് സാമ്പാർ. എന്ന് സാമ്പാറും പുളിശ്ശേരിയും മോരും എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ സാമ്പാർ. ഇത് നല്ലതാണോ, നല്ല കുറുകിയ ഒഴിക്കുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല കുറുകിയ നല്ല കാളംകറിയാണ്. വെറുതെ വെള്ളം പോലത്തെ പച്ച മോരൊന്നും അല്ല കേട്ടോ. ഇത് മീൻ ചാറ്, പിന്നെ നല്ല അടിപൊളി പച്ചമോര്, പിന്നെ ഇത് നമുക്ക് ഇന്നുള്ള നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങ കേട്ടോ. അപ്പൊ ഇത്രയും ഊണാണ് നമുക്ക് നോർമലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമ്മൾ സ്വദേശിയില് ഇത്രയും കൂട്ടിയാട്ടോ നമ്മൾ ചോറ് കൊടുക്കുന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര ഇഷ്ടത്തിലാണ് വന്ന് ചോറിനിട്ട് പോകുന്നത്. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ചുമ്മാ വീഡിയോ എടുത്തിരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. കട എവിടെയാന്നൊക്കെ എല്ലാവരും തന്നെ വീഡിയോസിൽ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കടയെന്ന് പറയുന്നത് ചെറുതോണി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇടുക്കി ജില്ലയിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലം. ചെറുതോണിയിൽ നിന്ന് നമ്മളെ ഡാമൊക്കെ കാണാൻ വരുന്ന ഒരു സെൻട്രൽ സ്ഥലമുണ്ട് ചെറുതോണി. അതിൻ്റെ അടുത്തുനിന്ന് തൊട്ട് വഞ്ചിക്കവല എന്ന് പറയുന്ന റോഡ്, മെയിൻ റോഡ് സൈഡാണ് നമ്മളെ കട. സ്വദേശി പിക്കിൾ വേൾഡും തനി നാടൻ ഭക്ഷണശാലയുമാണ് നമ്മുടെ കടയുടെ പേര് കേട്ടോ. ഇനി പപ്പ നോൺ വെജ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പപ്പ പറഞ്ഞു തരും കേട്ടോ. പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്തിക്കറി മുതൽ അതേ ചിക്കൻ പുറത്താണ്. പപ്പയുടെ മത്തിക്കറി പറയാൻ പറഞ്ഞപ്പോൾ ചിക്കൻ പുറത്തേന് പുറകെ പോവാല്ലേ. ഒരു കല്യാണ സദ്യക്ക് ചെന്ന് ചാടിയ പോലെ ഉണ്ട്. ഇത് ചിക്കൻ വറുത്തത് നല്ല സൂപ്പർ ഐറ്റമാണ്. നല്ല മുരും തിരിക്കുന്ന സൂപ്പർ ഐറ്റമാണ്. അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്. ചിക്കൻ ഇന്ന് വെച്ചേക്കണം മപ്പാസ് അല്ല, സാധാരണ കറിയാണ് വെച്ചാൽ എല്ലാ ദിവസവും മപ്പാസാണ് വയ്ക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട മത്തി വറുത്തത്, കൊഴുവ വറുത്തത്, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല മത്തിക്കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ മത്തിക്കറിയാണ്. നല്ല തേങ്ങ അരച്ച് വെച്ച് നല്ല ടേസ്റ്റ് വെച്ചേക്കുന്ന കറിയാണ്. അടുത്ത സ്പെഷ്യലാണ് നമ്മുടെ കൊഴുവ പീര വെച്ചേക്കുന്നത്. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മീനാണ്. ചോരയില്ലാത്ത മീനാണ്, ശകലം പോലും ചോരയില്ലാത്ത മീനാണ്. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു കല്യാണ സദ്യക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കാൻ മാത്രം വന്നാൽ മതി, ബാക്കി എല്ലാം ഓക്കെയാണ്. നമ്മുടെ കടയിൽ ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം ഉണ്ട്. നമ്മുടെ താറാമുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ഒലത്തിയെടുക്കുന്ന സൈസ്. ഇവിടെ പിള്ളേർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്ന് തന്നെ പറയാം. ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള നല്ല താറാമുട്ട ഒലത്തിയത്, അതൊന്ന് പ്രത്യേകതയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വദേശിയിലുണ്ടെന്ന് ഉച്ചയൂണിന്. നമ്മുടെ അപ്പോൾ ഉച്ചത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾ കണ്ടല്ലോ, എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചെറുതോണി വഴി ആരെങ്കിലും പാസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കടയിൽ വരണം കേട്ടോ. എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുവാണ്. രാമായണക്കാരനൊക്കെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ടാണേലും വരിക. സ്വദേശി പിക്കിൾ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, അല്ലെങ്കിൽ വിമലാമ്മയുടെ രുചിക്കൂട്ടെന്നും പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു പേജുണ്ട്. ഏത് വേണേലും എല്ലാത്തിലും തന്നെ നമ്പർ ഉണ്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ നമ്പർ സെലക്ട് എല്ലാത്തിലും നമ്പരൊക്കെ ഇട്ടാണ് വിടുന്നത്. എല്ലാവരും ഈ കട എവിടെയാന്ന് ചോദിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇന്നും തന്നെ മെസ്സേജ് ഇടുന്നുണ്ട്. വിശദമായിട്ട് എല്ലാം തന്നെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പപ്പായ എന്നും പപ്പായ്ക്ക് ചോറ് കൊടുത്തിട്ടായിരുന്നു ഇന്ന് സാമ്പിൾ എടുക്കണം. ഇന്ന് പപ്പ ഇപ്പൊ കാപ്പി കുടിച്ചോളൂ, അതുകൊണ്ട് ചോറുണ്ടെന്നില്ലാണെന്നാണ് പറഞ്ഞത്. ഒത്തിരി നേരത്തെ കേട്ടോ. അതുകൊണ്ട്
ഞങ്ങളിന്ന് പപ്പ ഇന്ന് സാമ്പിൾ കഴിക്കുന്നില്ല, നമുക്ക് അടുത്ത ആരെങ്കിലും ഒക്കെ കൊടുത്ത് സാമ്പിള് കഴിച്ച് വീഡിയോ ഒക്കെ പിടിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ ഡിഷ്. എല്ലാവരും ചൊന്നിട്ടില്ലാത്ത എല്ലാവരും ഓടി ഓടി പോരട്ടോ. കട മറക്കണ്ട, സ്വദേശി പിക്കിൾ വേൾഡ് തനി നാടൻ ഭക്ഷണശാലയും ഇടുക്കി വഞ്ചിക്കവല റോഡ് കേട്ടോ. ചെറുതോണിന്ന് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ കട. നമ്മുടെ കടയുടെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ രാത്രി 8:30 വരെ കേട്ടോ. രാവിലെ ഇഡലി, ദോശ, അപ്പം, പുട്ട്, അങ്ങനെ അതുപോലെയുള്ള നാടൻ സാധനങ്ങൾ ലേഡീസിന് കഴിക്കാൻ, അല്ല ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന, കഴിക്കാനല്ല കേട്ടോ, ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൈസ് പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പൊറോട്ട ഒഴിവാക്കി കേട്ടോ നമ്മൾ ചെയ്യണ. പൊറോട്ട മാത്രമില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉച്ചയ്ക്ക് നല്ല അടിപൊളി നല്ല നാടൻ ഊണ്, ബിരിയാണി ഒന്നുമല്ല, മെയിനായിട്ട് നമുക്ക് ചോറാട്ടോ ചിലവാകുന്നത്. ഒരുപാടേറെ ആൾക്കാർ എല്ലാവരും നല്ല ഊണ് കഴിക്കാനായിട്ട് ഓടി ഓടി വരാറുണ്ട്. വൈകുന്നേരം ചക്കയുടെ മുതൽ ബോണ്ട മുതൽ അതുപോലെയുള്ള ചെറിയ രാത്രി വരെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെയുണ്ട്. ആരെങ്കിലും ഒക്കെ വഴി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കടയിൽ കയറുക. നമ്മുടെ കടയുടെ പേരും എല്ലാം ഞാൻ പറഞ്ഞു. നമ്പർ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം: 9497 445 778 കേട്ടോ.